നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോകത്തിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ രാജ്യം. അടുത്ത 82 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ജനകീയ ഉത്സവത്തിൽ ഏകദേശം 96 കോടിയോളം വരുന്ന വോട്ടർമാർ രാജ്യത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭാവി നിർണയിക്കുവാൻ പോവുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊടിയ നീതി നിഷേധത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സ് രാഷ്ട്രീയമായി എങ്ങനെ ചിന്തിക്കും? അവരുടെ മനസ്സ് ആർക്കൊപ്പമാകും? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് ആകാംക്ഷ സമ്മാനിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഇന്നത്തെ ഷെക്കേന ബിഗ് ഡിബേറ്റ്. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലം പ്രത്യേകിച്ച് ഈ ഷെക്കേന ബിഗ് ഡിബേറ്റിന്റെ പല പ്ലാറ്റ്ഫോമിലും നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കൊടിയ നീതി നിഷേധങ്ങൾക്കും അവഹേളനങ്ങൾക്കും ഒക്കെ ക്രൈസ്തവർ തുടർച്ചയായി ഇരയായിക്കൊണ്ടിരിക്കുന്നു. മലയോര മേഖലയും തീരദേശ മേഖലയും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളാണ്. അവ സമരങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാണ്. ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി കർഷക ജനതയും മലയോര ജനതയും തീരദേശ ജനതയും ഒക്കെ സമര മുഖത്തുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ അവരുടെ മനസ്സ് ആർക്കൊപ്പം ചിന്തിക്കുവാനാണ് ഒരു സാധ്യത? അത് വ്യക്തി കേന്ദ്രീകൃതമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതോ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമോ അവരുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതി ഈ പൊതു തെരഞ്ഞെടുപ്പിൽ? ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. ഓക്കെ ജോലി, ഞാൻ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ കത്തോലിക്ക സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം പൊതുവെ അവരുടെ രാഷ്ട്രീയ ചിന്താധാരയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുക. അവര് പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആശയാധിഷ്ഠിതവും പ്രശ്നാധിഷ്ഠിതവുമാണ് അവരുടെ ചിന്താധാര. അതൊരിക്കലും മതാടിസ്ഥാനത്തിലോ മതാധിഷ്ഠിതമോ അല്ലെ വിശ്വാസ അധിഷ്ഠിതമായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമല്ല. അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിന്റെ പൊതു നന്മ കാക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ അവബോധമുള്ള ഒരു സമൂഹം, വിദ്യാ സമ്പന്നരായ ഒരു സമൂഹം എന്നുള്ളതൊക്കെ രാഷ്ട്രീയ അവബോധമുള്ള ഒരു സമൂഹം, രാജ്യസ്നേഹമുള്ള ഒരു സമൂഹം എന്ന മട്ടിലാണ് എപ്പോഴും അവരെ ഇലക്ഷനെ കാണുക, ഇലക്ഷനിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകുക. പക്ഷെ തീർച്ചയായിട്ടും വോട്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് അവരെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അതുകൊണ്ട് തന്നെ അവഗണിക്കാറുണ്ട്. കാരണം അവര് ഏതെങ്കിലും ഒരു സമുദായ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ ആചാര്യനോ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ല എന്ന് നമുക്കറിയാം. അത് കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ ഒരു രീതിയില്ല. ഈ ക്രൈസ്തവ സമൂഹത്തിലെ ആധ്യാത്മിക നേതാക്കൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാറുമില്ല. ക്രൈസ്തവ സമൂഹം ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ ഒബ്സർവ് ചെയ്യേണ്ടി വന്നിട്ടുമില്ല എന്നുള്ളത് വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം. ഇത് പ്രശ്നാധിഷ്ഠിതമാണെന്ന് പറയുമ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ആരാണ് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെ ഭരണപരമായിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ആശങ്കയാണ്. അത് അവർ ചിന്തിക്കും. അത് ചിന്തിക്കണം. അതൊരു ചിന്താശീലമുള്ള അല്ലെങ്കിൽ ചിന്താശക്തി സമൂഹത്തിന്റെ ചിന്ത എങ്ങനെ ആയിരിക്കുകയും ചെയ്യണം. കാരണം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വലിയൊരു സമൂഹം കർഷകരും മത്സ്യബന്ധന തൊഴിലാളികളും അടങ്ങുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അവരിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രശ്നങ്ങള്, മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങള്, അതിനെ എങ്ങനെയാണ് ഭരണകർത്താക്കൾ വിവക്ഷിക്കുന്നത്? ആ പ്രശ്നങ്ങൾക്ക് എന്താണ് അവർ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ? അതിൽ എന്താണ് അവർ ചെയ്യാൻ പരിശ്രമിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ തീർച്ചയായിട്ടും നിരീക്ഷിക്കും. അതൊരു വശത്ത്. രണ്ടാമത്തത്, അവരുടെ വരും തലമുറയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ആശയങ്ങള്, നിയമങ്ങള് ഏത് വിധത്തിലാണ് ഭരണ സംവിധാനങ്ങള് നോക്കിക്കാണുന്നത്, അതിനുള്ള സമീപനം എന്താണ്?
ഒരു സ്പെസിഫിക് ഉദാഹരണം പറഞ്ഞാൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പം 1 വർഷമാകാറായി. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പഠിക്കുകയോ അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല. അത് നടപ്പിലാക്കണമെന്ന് ആർജവത്തോടെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ കാണുന്നില്ല. വല്ലപ്പോഴും ഒറ്റപ്പെട്ട പ്രസ്താവനകളിൽ ഒതുങ്ങി പോകുന്നതിനപ്പുറത്തേക്ക് ഭരണ സംവിധാനങ്ങൾ അത് ഗൗരവത്തിലെടുക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും അവരിൽ ആശങ്ക ഉണർത്തും. അതായത് ഇവരുടെയൊക്കെ ഈ പൊയ്വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കും. സ്വാഭാവികമാണല്ലോ. അതേ സമയത്ത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെങ്കിൽ, ഏതെങ്കിലും ഒരു മതാചാര്യൻ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മതാധിഷ്ഠിതമായി ചിന്തിക്കുന്ന സമൂഹമാണെങ്കിൽ അവരെയൊക്കെ ഇവർ കേൾക്കാൻ പെട്ടെന്ന് തയ്യാറാവുന്നുണ്ട്. അതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മൾ രാഷ്ട്രീയമായി ഉന്നതമായ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ, ജനാധിപത്യ ക്രമം പാലിക്കുമ്പോൾ ഇവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. മറിച്ച് മറ്റു വിധത്തിൽ ചിന്തിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് അഡ്രസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് സച്ചാർ കമ്മീഷൻ വന്ന ശേഷം ഉടനെ വന്ന പലോളി കമ്മീഷന്റെ അനുസരിച്ച് ഒരു ന്യൂനപക്ഷ സമുദായത്തിന് പെട്ടെന്ന് ഇവിടെ നടപ്പാക്കി കൊടുക്കുകയും, അതേസമയത്ത് മറ്റൊരു ന്യൂനപക്ഷ സമുദായം പ്രശ്നങ്ങൾ പെട്ടുഴലുമ്പോൾ ഒരു പഠനമെങ്കിലും നടത്തണമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ പഠനം ആ തരത്തിൽ തള്ളിക്കളഞ്ഞ് അത് തമസ്കരിച്ച് കളഞ്ഞ രണ്ടാമതൊരു കമ്മീഷനെ വെച്ച കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ വന്നിട്ട് ഇതുവരെ അത് വെളിച്ചം കാണാതെ ഇരിക്കുന്ന വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ അലംഭാവത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള വിവിധ സംഘടനാ പ്രതിനിധികളൊക്കെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പരാജയം എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് എന്ന് പോലും അറിയാത്ത ക്രൈസ്തവർ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു അപജയം തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ? ഞാൻ അതിന്റെ മറുപടി ചോദിക്കുന്നത്, പലോളി കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് ആ സമുദായത്തിലെ എല്ലാ അംഗങ്ങൾ പറഞ്ഞിട്ടാണോ അത് നടപ്പിലാക്കിയത്? അല്ലല്ലോ. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള പല റിപ്പോർട്ടുകളും നടപ്പാക്കുന്ന സമൂഹത്തിലെ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആദിവാസി സമൂഹമോ ഒക്കെ അവർ ഈ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. ഇതെല്ലാവരും അറിഞ്ഞാലേ നടപ്പിലാക്കുക എന്നുള്ളതും നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. വ്യക്തമായ പഠനത്തിന്റെ 5 ലക്ഷത്തോളം കോപ്പികളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും പരീക്ഷ നിരീക്ഷണങ്ങളുടെയും ഗവേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊടുത്ത റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിലെല്ലാവരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഈ സച്ചാർ കമ്മിറ്റിയുടെ ഒക്കെ കേസിൽ മറുഭാഗം ഒരു ശക്തമായിട്ടുള്ള സമ്മർദ്ദ ശക്തിയായി മാറാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് നടപ്പിലാക്കുന്നത് വരെ ഒരു സമ്മർദ്ദ ശക്തിയായി ഈ വോട്ട് ബാങ്കായി. പ്രത്യേകിച്ച് നമുക്ക് ഒറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഈ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ പ്രസംഗം ഈരാറ്റുപേട്ടയിൽ അവിടുത്തെ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഇരുത്തിക്കൊണ്ട് KT ജലീലും തോമസ് ഐസക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് പിൻവലിക്കുന്നത് വരെ വോട്ടില്ല എന്ന തരത്തിലേക്കൊക്കെ ഉള്ള ഒരു മതേതര രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മറുഭാഗത്ത് ഉയർന്നു വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോലും പലപ്പോഴും ഒരു സമ്മർദ്ദ ശക്തിയായി മാറുവാൻ ക്രൈസ്തവ സമുദായത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മുടെ ജനാധിപത്യ ക്രമത്തിന്റെ ഒരു അപജയമാണ്. അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് വരുന്നത് ശരിയായ കാഴ്ചപ്പാടില്ല. സമൂഹത്തിൽ അർഹതപ്പെട്ടവന് അർഹതപ്പെട്ട സമയത്ത് നൽകേണ്ടത് ഭരണ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അത് ബഹളം വെച്ചാലേ കൊടുക്കൂ എന്ന് വരുന്നത് എന്തോ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഉന്മാദത്തിലുള്ള ഭരണാധികാരികളുടെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അതിനോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. ഇങ്ങനെ ബഹളം വെക്കുകയും ഇടതായാലും വലതായാലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിലും അത്തരം സമുദായത്തിലെ അംഗങ്ങൾ സംഘടിക്കുമ്പോൾ ഇവർ ഭയപ്പെടുകയും ഉടനെ നടപ്പിലാക്കാൻ പറയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ തരത്തിൽ സംഘടിതമായ ഒരു നീക്കം നടത്തുന്നില്ല എന്നുള്ള പേരിൽ ജനാധിപത്യ ക്രമത്തിൽ നമുക്ക് അവകാശങ്ങളെ അർഹതപ്പെട്ടതിനെ നിഷേധിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ കുറെ കൂടെ വിശാലമായ കാഴ്ചപ്പാട് ചിന്തിക്കുന്ന രാജ്യസ്നേഹമുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ആ സമൂഹം അങ്ങനെ ചിന്തിക്കുകയാണ്. ഇത് എല്ലാവരും കൂടി വന്നൊരു ബഹളം വെച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ബഹളം വെക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യുന്നില്ല? ഇത് സമരം ചെയ്യേണ്ട ഒരു വസ്തു തന്നെ ഇതിനകത്തില്ല. അർഹതപ്പെട്ടവന് നൽകുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. ഇനി അത് ചെയ്യേണ്ടി വന്നാൽ പോലും വളരെ പ്രകോപനപരമല്ലാതെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ സമരം നടന്നു. കാരണം കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ നടന്നിരിക്കുന്ന അതിജീവന യാത്രയിൽ ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കുകയും കാര്യങ്ങൾ പറയുകയും 5 ലക്ഷം ആളുകൾ ഒപ്പിട്ട ഹർജി, വളരെ ന്യായമായ ജനാധിപത്യ രീതിയിൽ ഈ വിഷയത്തെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 5 ലക്ഷം ആളുകൾ ഒപ്പിട്ട ഭീമഹർജി മുഖ്യമന്ത്രിക്ക് അടക്കം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സമര രീതികൾ അതാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. ഈ 5 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തിന്റെ ക്രോസ് സെക്ഷനാണ്.
60 ലക്ഷത്തോളം വരുന്ന ഓരോ സമുദായം സീറോ മലബാർ സഭ മാത്രം എടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം ആളുകളിൽ ഒപ്പിട്ടു. അങ്ങനെ ഏതാണ് ഹരി കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇതൊന്നും ശ്രദ്ധയിൽ വരാതെ സമരമുണ്ടെങ്കിലേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ, സംഘടിതമാകുന്നില്ലാത്ത നടപ്പിലാക്കില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള വാദഗതികൾ അവർ കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് പോഷണമായിട്ട് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം, EWS സംവരണം പോലുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കേസ് താങ്കൾ എടുക്കുക. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇന്ത്യയിലെ ഒരു പൗരന് പോലും ഒരു വിഷമവുമില്ല. ഇന്ത്യയിൽ ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് ന്യൂനപക്ഷാവകാശം പ്രസന്റ് ആയിട്ട് ഇവിടെയുള്ള പൗരന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. അതേ സമയത്ത് അത് കേന്ദ്രം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട്. അതേ വാദഗതി വന്യജീവി ആക്രമണത്തിന്റെ കേസ് നിങ്ങൾ എടുക്കുക. വന്യജീവി ആക്രമണത്തിന്റെ കേസിൽ വന്യജീവി നിയമം കേന്ദ്രത്തിൻ്റെതാണ്, അതുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയും പൗരത്വ നിയമം കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ. ആ ഇരട്ടത്താപ്പിനെ നമ്മൾ തുറന്നു കാണിക്കേണ്ടതാണ്. വന്യജീവി ആക്രമണത്തിന് മനുഷ്യനെ നേരിട്ട് ദിവസവും കൊല്ലുന്ന വന്യജീവി ആക്രമണം ഒരു പ്രശ്നമല്ല എന്നാണ് ഇവിടുത്തെ വനമന്ത്രി പറയുന്നത്. അത് ഇലക്ഷൻ ഒരു വിഷയമാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം ഉടനെ ഉണ്ടാവില്ല, കുറച്ചുകൂടെ താമസിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ താമസം ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ വന്യജീവികൾ അവസാനിപ്പിക്കുന്ന വരെയുള്ള താമസമാണോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഈ കുറച്ച് നാളുകൂടി വന്യജീവി ആക്രമണം ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. കുറച്ച് നാളുകൂടി വന്യജീവി ആക്രമണം ഉണ്ടാവും. നിരവധി പ്രാവശ്യം നമ്മൾ ഇതിനുള്ള പരിഹാരങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. ആ കൊടുത്ത് വായിച്ച് മനസ്സിലാക്കിയാൽ പോലും ഒരാൾ അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. എന്താണ് വന്യജീവി ആക്രമണത്തിന്റെ പ്രശ്നം കാരണം അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞത്. കൃത്യമായ കാരണങ്ങൾ നമ്മൾ കൃത്യമായി പല പ്രാവശ്യം മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന വനം മന്ത്രിക്കും എഴുതി കൊടുത്തതാണ്. എന്താണ് ഇതിന്റെ പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചതാണ്. പക്ഷെ ഇതൊന്നും കാണാതെ വന്യജീവി ആക്രമണം ഇവിടെ ഒരു വിഷയമാവില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് അവര് ആ തരത്തിൽ തമസ്കരിക്കുന്നതെന്ന് നോക്കുക. നല്ലൊരു വിഭാഗം ഈ സമുദായത്തിലെ അംഗങ്ങളും അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരാണ്. ആ തരത്തിലുള്ള പ്രസ്താവനകള്, അതുപോലെ തന്നെ ഇതിന് ശാശ്വത പരിഹാരം കുറച്ച് താമസിക്കുന്ന ഇവിടെ ജനങ്ങളെ മുഴുവൻ മനുഷ്യങ്ങൾ തീർക്കട്ടെ എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഇതൊരു ഇലക്ഷൻ വിഷയമേ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഇലക്ഷൻ വിഷയം? ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ കടക്കണി, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ഈ വന്യജീവി ആക്രമണം, അതുപോലെ തന്നെ ഈ EWS വിഷയം, JB കോശി കമ്മീഷൻ, ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവിടെ നിൽക്കെ അതൊന്നും വിഷയമല്ല എന്ന് പറയുന്ന വിധത്തിലേക്കാണ് പ്രവർത്തനങ്ങൾ പോകുന്നതെങ്കിൽ ഈ ജനം ആ തരത്തിൽ തീർച്ചയായിട്ടും ഇലക്ഷനിൽ പ്രതികരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആരാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പ് നൽകുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ അത് നമ്മളുടെ അവകാശമാണ്. ആ അവകാശങ്ങളെ നിഷേധിക്കാതിരിക്കുന്നത്, അത് നടപ്പിലാക്കുമെന്ന് പറയുന്നത് അവരെ ജനം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വിജയിപ്പിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരും. അപ്പൊ അതാണ് ജനാധിപത്യ ക്രമത്തെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വിഷയത്തിൽ ഇരട്ടത്താപ്പ് എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ നിസ്സാര കാര്യം എടുക്കുക. നല്ലൊരു ജനവിഭാഗങ്ങൾ ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി അനുസരിച്ച് സോളാർ പവറിൽ ആശ്രയിച്ചുകൊണ്ട് KSEBയുടെ പവർ കൺസംഷനെ കുറച്ചുകൊണ്ടുന്ന സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ അതുപോലെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഇപ്പൊ ഗ്രോസ് മീറ്ററിങ് എന്ന് പറഞ്ഞ സംവിധാനം നെറ്റ് മീറ്ററിങ്ങിന് പകരം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സാധാരണക്കാരൻ സർക്കാരിനെ സഹായിക്കാൻ നോക്കുമ്പോൾ സാധാരണക്കാരുടെ മുഖത്ത് ഇരുട്ടടി കൊടുക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുപോലുള്ള സംവിധാനങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അടക്കം ചെയ്യുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കും, സാമാന്യബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കും, അതിനെതിരെ അവർ പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളും നമ്മൾ പ്രശ്നാധിഷ്ഠിതമായി കാണുകയും ആശയാധിഷ്ഠിതമായി കാണുകയും ചെയ്തുകൊണ്ട് ഇലക്ഷനിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവ രീതി ഈ സമൂഹത്തിനുണ്ട് എന്നുള്ളത് ഈ ഭരണത്തിന് വേണ്ടി മത്സരിക്കുന്നവരും തിരിച്ചറിയണം. അതിനനുസരിച്ച് അവർ ഉറപ്പ് നൽകി കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അവരെ പിന്തുണയ്ക്കുകയുള്ളൂ. അതല്ലാണ്ട് എന്നും ഇടതുകാലിലും വലതുകാലിലും വെച്ച് നടക്കുമെന്ന് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് തികഞ്ഞ മൗഢ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൊടിയ നീതി നിഷേധത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ കുറെ കൂടി ഒരു വിവേകത്തോടെ ക്രൈസ്തവ സമൂഹം ഇത്തവണത്തെ ഒരു ഇലക്ഷനെ നോക്കിക്കാണും എന്നൊരു ആശയം തന്നെയാണ് ഡോക്ടർ ചാക്കോ കളമറമ്പിൽ പങ്കുവച്ചത്. ശ്രീ ടി ദേവപ്രസാദ്, പ്രത്യേകിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. വളരെ നാളുകളായി, വളരെ വർഷങ്ങളായി പല ഇലക്ഷനും കൃത്യമായിട്ട് അങ്ങ് റിപ്പോർട്ട് ചെയ്തു നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. പലപ്പോഴും ക്രൈസ്തവ സമൂഹം പുറമേക്ക്, നേരത്തെ ഡോക്ടർ ചാക്കോ കളമറമ്പിൽ ചൂണ്ടിക്കാണിച്ചു, ഒരു ആത്മീയ നേതാവോ ഒരിക്കലും ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല, ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. പക്ഷേ പലപ്പോഴും പുറമേക്ക് നോക്കുമ്പോൾ ഒരു സമദൂര നിലപാട് പല തെരഞ്ഞെടുപ്പുകളിലും ക്രൈസ്തവ സമൂഹം സ്വീകരിക്കുന്നുണ്ട്. ഈ സമദൂര നിലപാട്
എത്രത്തോളം ഒരു ദോഷം ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ ഒരു വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്? ഈ സമദൂരം എത്ര പേരെ അല്ലെങ്കിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും അകറ്റിയിട്ടുണ്ട്? അങ്ങയുടെ ഒരു ചിന്ത പങ്കുവെച്ചോളൂ. സമദൂരം എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ്. ക്രൈസ്തവ സമൂഹം അതൊരു സമദൂര സിദ്ധാന്തം പ്രായോഗികമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ക്രൈസ്തവ സമൂഹത്തിലെ ഒരു നല്ല ശതമാനം എല്ലാ കാലത്തും ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കോൺഗ്രസ് അത് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അവരെങ്ങനെ ആയാലും ഞങ്ങളോട് നിൽക്കും എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നു എന്നും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ ഒന്നും ഗൗരവമായി എടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ചാക്കോ സാറൂടെ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രശ്നമായാലും അല്ലെങ്കിൽ ഈ തീരദേശ മേഖലകളിലും മലയോര പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യമായാലും, ഇപ്പൊ മലയോര പ്രദേശത്തൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാര്യമല്ലേ വന്യജീവികളുടെ ആക്രമണം ക്രൈസ്തവരെ മാത്രമാണ് ബാധിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പണ്ട് റബ്ബറിനെ കുറിച്ച് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. റബ്ബറിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമാണ്. അങ്ങനെയല്ല, അത് സമൂഹത്തിലെ വലിയ ഒരു ക്രോസ് സെക്ഷന്റെ പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ ഇപ്പൊ അതൊരു ക്രൈസ്തവരുടെ പ്രശ്നം പോലെ കണക്കാക്കപ്പെടുന്ന പോലെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും കോൺഗ്രസ് അടക്കമുള്ളവർ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കായി നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ളവർ ഗൗരവമായി എടുക്കുന്നതിൻ്റെ ഒരടയാളവും നമുക്ക് കിട്ടുന്നില്ല, ഒരു സൂചനയും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് സമൂഹത്തിൽ എന്തുമാത്രം അത് ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു മാറി ചിന്ത വരുന്നുണ്ട് എന്നുള്ള നമുക്കറിയാം. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പോലും എത്ര പേർക്കറിയാം? ഒരു പക്ഷേ ജോജി കുറച്ചു മുമ്പ് ആദ്യം ചോദിച്ചതുപോലെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിന് അറിയാമോ? നമ്മുടെ നേതാക്കന്മാർക്ക് കുറച്ച് പേർക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ അത് നേതാക്കന്മാർ സമൂഹം അറിയേണ്ടതുണ്ടോ എന്നുള്ള ചാക്കോ സാറിന്റെ ഒരു ചോദ്യത്തിന് ഒരു മൊബിലൈസേഷൻ നടക്കണമെങ്കിൽ സമൂഹം അറിയണം. സമൂഹം അറിയണമെങ്കിൽ സമൂഹത്തില് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ആ സംവിധാനമൊന്നും ഇപ്പം നമുക്ക് സംവിധാനങ്ങളുണ്ട്, പക്ഷെ ആ സംവിധാനങ്ങളൊന്നും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കുറിച്ച് ബോധ്യമുള്ള കുറെ നേതാക്കന്മാരും ഉണ്ട്. പക്ഷെ ആ നേതാക്കന്മാർ എന്തുമാത്രം അത് അണികളെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അണികൾ അതിൽ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, അവരിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാകാൻ. ഒരു തോട്ട് ചോദിച്ചു ചെല്ലുന്ന ഒരു നേതാവിനോട് അല്ലെങ്കിൽ വോട്ട് ചോദിച്ചു ചെല്ലുന്ന ഒരു പ്രവർത്തകനോട് ഇങ്ങനെ ചോദിക്കാൻ എത്ര പേർക്ക് സാധിക്കും എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ട്. രണ്ടാമത് അതുപോലെ തന്നെ ഒരു പ്രശ്നമായിട്ടുള്ള നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ ജീവിതമായിട്ട് ഇടകലർന്നുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ കോൺഗ്രസ്സുകാരനായിട്ടാണ് ഒരു നാട്ടിൽ ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ് ജീവിക്കുമെങ്കിൽ ആ കെട്ടുപാടിൽ നിന്നൊക്കെ പൊട്ടിച്ചു മാറാനൊക്കെ അത്ര എളുപ്പമല്ല. കാരണം അവിടുത്തെ എല്ലാ സാമൂഹിക ബന്ധങ്ങളിലും ഈ രാഷ്ട്രീയ ബന്ധവും ഒരു ഘടകമാണ്. അപ്പൊ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ടൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പൊട്ടിച്ചെടുത്താൽ പിന്നെ അവരുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്? അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പം ഒരു സംഘടനാപരമായ ഒരു സംവിധാനം ഉണ്ടാകാതെ ഇത്തരം വികാരങ്ങൾക്ക് ഒരു ആവിഷ്കാരം കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതൊന്നും ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ കയ്യിലില്ല. ക്രൈസ്തവരുടെ ഇടയിൽ ഇങ്ങനെ അനീതി കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഫീലുണ്ട്. അത് കുറച്ച് നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. അത് എന്തുമാത്രം ഇപ്പൊ 80-20 തന്നെ നമ്മൾ പറയുന്നത്, 80%, 20% ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. സമൂഹത്തിൽ എത്ര പേർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം, നമുക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അറിയാം. നമ്മൾ 80-20 എന്നൊക്കെ പറയാം. എന്തുവാണ് 80-20 എന്നും പോലും പലർക്കും അറിയത്തില്ല. കാലത്ത് ഇത് പള്ളിയിലോ വല്ലയിടത്തും പറഞ്ഞ് കേട്ട ഖുർആൻ കഴിഞ്ഞത് അവരവരുടെ വീട്ടിൽ പോകുന്നു. എന്തെങ്കിലും നമ്മുടെ ഒരു ജനറലായിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അധ്വാനിച്ചാൽ എനിക്ക് കഴിയുക, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വാർത്ഥതയിലോ ഒക്കെയുള്ള ഒരു ജീവിതക്രമമായി മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികളുടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തിരുത്താം. പക്ഷെ ഇതാണ് ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നം. എനിക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പൊ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് കുറെ നിവേദനങ്ങൾ, കുറെ ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. TV-യിലൊക്കെ തന്നെ തുടർച്ചയായിട്ടൊക്കെ വന്നത്. ഇതൊക്കെ വായിക്കുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ എത്ര പേർക്ക് അറിയാം എന്നുള്ള ഒരു പ്രശ്നമാക്കാം. അങ്ങനെ സമൂഹം കോൺഷ്യന്റൈസ് ആകാതെ
അല്ലെങ്കിൽ നേതാക്കന്മാർ അതിനുള്ള ഇപ്പം നേതാക്കന്മാർ വിളിച്ചാൽ സമൂഹം വരണമെങ്കിൽ സമൂഹത്തിന് അറിയണ്ടേ? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതിഷേധിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ജാക്കോ സാർ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ നല്ലതാണ്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത് ഒരു ഭൂഷണമായ അവസ്ഥയല്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഡൽഹിയിലെ ആ കർഷക നിയമം റദ്ദാക്കി ആ കർഷകർ സമരം ചെയ്തിട്ടുണ്ടല്ലോ, ശരിയല്ലെന്ന് ഗവൺമെന്റിന് അറിയാമായിരുന്നല്ലോ. ആ സമരം ഉണ്ടായതുകൊണ്ടല്ലേ അത് മാറിപ്പോയത് വന്ന്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പൊ നമ്മള് പൊതുവെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാവരെയും സുഖിപ്പിക്കുന്ന ഒരു മനോഭാവം. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞാലും വന്നു കഴിയുമ്പം അതിൽ സന്തോഷം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ നമ്മുടെ സഭാ നേതാക്കന്മാരെന്ന് പറയുന്നവർക്ക് പോലും ഒരു തൻ്റെ ഇടം ഇല്ല. ആരെങ്കിലും പറഞ്ഞ ഉടനെ നമുക്കിപ്പോ ഈ പറഞ്ഞ ജാക്കോ സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. സഭാ നേതാവ് പറഞ്ഞാലും ഒന്നും ആരും മുഴുവനായിട്ടൊന്നും കേൾക്കത്തില്ല. സഭാ നേതാവ് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ പരസ്യ പ്രസ്ഥാനങ്ങൾ വരുന്ന ആൾക്കാർ കാണും. ഇനി അങ്ങനെയുള്ളവരെ ചാനലുകാരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പൊ സമൂഹത്തിന് ഒരു സമൂഹത്തിൽ ഒരു കോൺഷ്യന്റൈസേഷൻ ഉണ്ടാകണം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്കുണ്ടാകാതെ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായാൽ സമൂഹത്തിൽ ഒരു മാറ്റം നമ്മളോട് അവഗണന കാണിക്കുന്നുള്ള ഒരു ഫീലിംഗ് ഒരു എലൈറ്റ് ക്ലാസിന്റെ ഇന്റലക്ച്വൽസ് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു എലൈറ്റ് ക്ലാസിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് സമൂഹത്തിലെ താഴെ തട്ടിലേക്ക് അല്ലണം. കേരളത്തിലെ 2001 സെൻസസ് വെച്ചാണ് ഇപ്പോഴും പറയുന്നത്. അതനുസരിച്ചാണ് 18% ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയുന്നത്. 18% ഇല്ലെങ്കിൽ തന്നെ പോട്ടെ, നമ്മളിപ്പോ 14% ഉണ്ടെന്നൊരു കണക്കുണ്ട്. ഈ 14% എത്ര ശതമാനത്തിന് ഇതറിയാം? ഇത് നമുക്ക് കിട്ടേണ്ടതാണെന്നൊരു ബോധ്യമുണ്ട്. ഇത് നമ്മുടെ വന്ന വോട്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഒരു പുറത്ത് തട്ടി കഴിയുമ്പോൾ വോട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകണം. ഓർഗനൈസേഷൻ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നയിച്ചിരിക്കുന്ന വലിയ സമരങ്ങളുണ്ട്. കോളേജ് സമരം എന്നൊക്കെ പറയുന്നത് ചാക്കോ സാർ ഓർക്കുന്നുണ്ടോ? 72 നടത്തിയിരിക്കുന്ന കോളേജ് സമരം. ആ കോളേജ് സമരം എങ്ങനെയാ? നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യമായി നമ്മുടെ കോളേജ് പിടിച്ചോണ്ട് പോകാൻ പോവാണ്. അന്ന് ജനങ്ങൾക്ക് വലിയ ആ കോളേജ് നടത്തുന്ന രീതിയെക്കുറിച്ചൊക്കെ അഭിപ്രായത്തിലുണ്ട്. കോളേജ് പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ജനങ്ങൾ വന്നു. അല്ലെങ്കിൽ 57 വിമോചന സമരം നടത്തി. വിമോചന സമരം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതെല്ലാം ഓരോരോ നിയമങ്ങളിലൂടെ എടുത്തോണ്ട് പോയി. പിന്നെ അതിനെക്കുറിച്ചൊന്നും ആരും വലിയ ഗതായില്ല. അതിന് സംഭവം എന്താ? നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ സമരത്തിലൂടെ വിദ്യാഭ്യാസ സമരത്തിലൂടെ ആ ഗവൺമെന്റ് ഒക്കെ പോയെങ്കിലും ആ നിയമം തുടർന്നു. ആ നിയമം അനുസരിച്ച് അധ്യാപകർക്ക് ഡയറക്റ്റ് പേയ്മെന്റ് ഒക്കെ ആയി കഴിഞ്ഞതോടെ നമ്മുടെ എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നതിന്റെ പണി തീർന്നു. അതിന്റെ സ്റ്റാൻഡേർഡും പോയി, നിലവാരം പോയി, സംഘടനാ പ്രവർത്തനങ്ങളായി എല്ലാം വന്ന് തോന്നിയാസായി. ഇപ്പൊ ആർക്കെങ്കിലും എയ്ഡഡ് സ്കൂള്, നമ്മൾ പണ്ട് ഗവൺമെന്റ് സ്കൂൾ എയ്ഡഡ് സ്കൂളുള്ളപ്പം എയ്ഡഡ് സ്കൂളിൽ വിടുമായിരുന്നു. ഇപ്പൊ എയ്ഡഡ് സ്കൂളിൽ ആർക്കെങ്കിലും പിള്ളേരെ വിടാൻ താല്പര്യമുണ്ടോ? ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എയ്ഡഡ് സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളൊക്കെ രണ്ടും ഒരുപോലെയായി. അതിപ്പോ നമ്മുടെ നമ്മുടെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി കോളേജുകളൊക്കെ തുടങ്ങി. ഇപ്പൊ ആ കോളേജുകളിലൊക്കെ നമുക്ക് എവിടെയാ പിള്ളേരുള്ള എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഈ പൗരത്വ ബില്ലിന്റെ കാര്യം പറഞ്ഞു. പൗരത്വ ബില്ലിനെ കുറിച്ച് വലിയ ബഹളം നടക്കുമ്പോൾ ഇത് ഇത്ര വലിയ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് ബാധിക്കുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശിൽ വരുന്ന ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും ഒക്കെയാണ്. അവർക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കുമെന്ന് പറയുന്നതിന് ബാക്കിയുള്ളവർ കോപിക്കുന്നതിനാ? പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിമുകൾ കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിന് ഭയങ്കരമായ പ്രശ്നം ഇന്നിപ്പോ തന്നെ ഒരു പ്രശ്നം ഞാൻ പറയും. ഇപ്പം 26-ാം തീയതി വോട്ടെടുപ്പ് വെള്ളിയാഴ്ചയാണെന്നാണ്. ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ്. എന്തൊരു UDF കൂടി വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് പറഞ്ഞു. അവരറിയാമോ? മാർച്ച് 31 ഈസ്റ്ററാണ്. ഈസ്റ്ററിന്റെ അന്ന് ഇവിടുത്തെ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ വിശാല മനസ്കതയോടെ എങ്ങനെയൊക്കെ ചില വേണ്ടി വരും എന്നുള്ളതൊക്കെ അംഗീകരിച്ച് പറയുന്നതോടെ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യാവുന്നുള്ള ഒരു സാധനം വന്നിരിക്കുക. അതുപോലെ ഇതിനൊരു നിവേദനം കൊടുത്തിരിക്കുന്നത് KPCC തന്നെയാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സാറ് മുമ്പേ പറഞ്ഞൊരു നിവേദനം കൊടുത്തു. 5 ലക്ഷം പേര് ഒപ്പിട്ട നിവേദനം കൊടുത്താൽ അങ്ങ് ഇട്ടേക്കും, അത്രയേ ഉള്ളൂ. 5 ലക്ഷം പേര് പക്ഷേ സെക്രട്ടേറിയറ്റ് വളയാമെങ്കിൽ സംഭവം ഉണ്ടാവും. അല്ലാതെ ഈ ഒരു ഗവൺമെന്റും പ്രവർത്തിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പഴയ കാലത്തൊക്കെ കുറച്ചുകൂടെ പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നാൽ, അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുത്താൽ അതിലൊക്കെ വിലയുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇത് ചെയ്തില്ല എന്താന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ടി ദേവപ്രസാദ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ഒരു ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിൽ തന്നെ അവർ ഈ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്ത്
രൂപവൽക്കരിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊരു വാഗ്ദാനം അതിന്റെ ഒരു കരട് പ്രകടന പത്രികയിൽ പറയുന്നു. ഇപ്പം മറുസൈഡിലാണെങ്കിൽ ഇപ്പൊ BJP-യുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിൽ തീർച്ചയായും ഹൈന്ദവ മതത്തിന്റെ ചില എലമെന്റുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അവരുടെ വാഗ്ദാനമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മറുസൈഡിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടവർ ഒരു മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പുറത്ത് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിന്റെ പ്രീണനവുമായി മുന്നോട്ട് പോകുന്നു. ഇവർ ഈ രണ്ടു കൂട്ടരും പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നത്? അതായത് ഈ വോട്ട് ബാങ്കിന്റെ ഒരു ശക്തി കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ, അതോ ഇവരെ എന്ത് ചെയ്താലും ഇവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ ഇവർ ഞങ്ങൾക്ക് തന്നെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്തോളൂ, അങ്ങനെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ചിന്ത കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ രണ്ട് ഘടകവും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ വലിയ ശക്തിയുള്ള ഒരു സമൂഹമല്ല അത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ കേരളത്തിൽ 18% ഒക്കെ ഉണ്ടെങ്കിൽ 14% ഉണ്ടെങ്കിലും ആഗോള ഇന്ത്യയിലെ ശരി അനുസരിച്ച് 2% അടുത്താണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹമല്ല. ഇപ്പം നമ്മൾ ഈ മതേതരത്വം എന്ന് പറയുന്ന പോലും മുസ്ലിം സമുദായത്തെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ ദംശനത്തിനകത്ത് ക്രൈസ്തവന്റെയോ ജനന്റെയോ ഒന്നും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ആരും വലിയ ബാധകടല്ല. ഇപ്പൊ ഞാനൊരു ഒരു ഉദാഹരണം പറയാം. ഇപ്പം പൂഞ്ഞാർ സംഭവത്തെ കുറിച്ച് മുഖ്യമന്ത്രി എന്തിന്റെ പേരിലായാലും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ഇൻസാഫ് മുഖാമുഖ പരിപാടിയിൽ അവിടെ കാണിച്ചത് തെമ്മാടിത്തരല്ലേ, അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെതിരെ അതിനെക്കുറിച്ചാണല്ലോ തുടക്കത്തിൽ പറഞ്ഞ, കാരണം അവിടെ മുഖ്യമന്ത്രി പറഞ്ഞു പിൻവലിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യല അങ്ങനെയൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ഒരു തെറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ശരിയാന്ന് പറയാൻ ഈ ക്രിസ്ത്യാനികളെല്ലാം കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന പറഞ്ഞ കോൺഗ്രസ്സുകാർക്കെതിരെ തയ്യാറായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു ശരിയാണെന്ന് നമുക്കറിയാം. ആ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. ആ കുട്ടികൾ മുഴുവൻ മുസ്ലിം, നമുക്കറിയത്തില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. കേസെടുത്തിരിക്കുന്ന മുഴുവൻ മുസ്ലിം കുട്ടികളുടെ പേരിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ പറയുന്നത് സംഘപരിവാറിന്റെ ഭാഷയാന്ന് പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് വേറെ ലക്ഷ്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അതിനെ മുഖ്യമന്ത്രി പറഞ്ഞതിനോട് അതിനെ പ്രതിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ പോലും കോൺഗ്രസ്സുകാർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ കാണിച്ചു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് സംഭവമെങ്കിൽ അങ്ങനെ ചെയ്ത് ശരിയല്ലെന്ന് പറയാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ കോൺഗ്രസ് ഈ പറയുന്ന ന്യൂനപക്ഷം അല്ലെങ്കിൽ അവരെല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതൊക്കെ പറയുന്നത് കള്ളത്തരം പറയുന്നതാണ്. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP ഇവര് ഈ കോൺഗ്രസ് അടക്കമുള്ള 27-30 പേർ ഇന്ത്യ മുന്നണി അടക്കമുള്ളവര് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ശ്രമിക്കും. അവര് അതിൽ നല്ലത് എളുപ്പമുള്ളവർ നോക്കുന്നു, ഹിന്ദു പ്രീണനത്തിന് അവർ ശ്രമിക്കുന്നു. രണ്ടു കൂട്ടരും ഓരോ വർഗീയ ശക്തികളെ പ്രേരിപ്പിക്കാനും അല്ല മതേതരത്വം എല്ലാവർക്കും നീതി കിട്ടുന്ന, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഇന്ത്യയിലെ രണ്ട് മുന്നണികളും ഇന്ന് കൺസേൺഡ് അല്ല. കൺസേൺഡ് ആണെങ്കിൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലത്തൊക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ, ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിംസും ഈ പറഞ്ഞ പെർസെന്റേജ് ഇല്ല. ഇന്ത്യ 9% ഉള്ളൂ മുസ്ലിംസ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങളിൽ അവരെ ഉൾപ്പെടുത്തി അതിന്റെ ഈ ഇതൊക്കെ ചെയ്തത്. ഇന്നിപ്പം അഖിലേന്ത്യാ തലത്തിൽ തന്നെ 20% അപ്പുറമായി മുസ്ലിംസ് ഇന്ത്യ ന്യൂനപക്ഷമാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ന്യൂനപക്ഷങ്ങളെ സഹായിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക സംരക്ഷണങ്ങൾ ഉണ്ടാവണം. പിന്നെ നമ്മുടെ സമുദായത്തിനെ പറ്റി അന്നത്തെ ഒരു തകരാറ് ഞാൻ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ജെറോം ഡിസൂസായെ പോലെയുള്ള അച്ഛന്മാരൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അവർക്ക് നല്ല ഇംഗ്ലീഷ് അറിയാം, മാംഗ്ലൂരിയൻസ് ആണ്. അവർ ന്യൂനപക്ഷത്തിനാവും ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവകാശം മാത്രം മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള അവകാശങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. അത് അന്നത്തെ ഇപ്പൊ ചാക്കോ സാറ് തുടക്കത്തിൽ കാണിച്ച പോലെ വിശാലമായ മനസ്കതയിൽ ഞങ്ങൾക്ക് കൃഷി ചെയ്ത് വല്ലതൊക്കെ ഉണ്ടാക്കി ജീവിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ ശരിയായിരുന്നായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മുടെ നേതാക്കന്മാർ അവരുടെ അന്നത്തെ രീതി പറഞ്ഞതിന്റെ ഒക്കെ ഒരു പ്രത്യാഘാതം കൂടെ എപ്പോൾ അനുഭവിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനം മതി എന്ന് ജെറോം ഡിസൂസ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിഞ്ഞു പോയ കാലത്ത് പറഞ്ഞു പോയ ചില വലിയ കാര്യങ്ങളുടെ ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി, ഇന്നത്തെ കൺസേൺ അനുസരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി നമ്മൾ നാട്ടിലെ എല്ലാ പിള്ളേരും വളർത്തിക്കൊണ്ട് വന്നു. നമ്മൾ ആശുപത്രികൾ നടത്തി, നമ്മൾ എന്ത് നടത്തിയാലും അത് സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി കൊടുത്തു. ക്രൈസ്തവര് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ നടത്തിയപ്പോൾ അവർക്ക് മാത്രമായി. ഇപ്പൊ നമുക്കറിയാം ചില സമൂഹങ്ങൾ നടത്തുന്ന അനാഥ മന്ദിരങ്ങൾ, അവിടെ വേറൊരു സമൂഹത്തിലെ പിള്ളേരെ എടുക്കത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇതിനകത്ത് എല്ലാ പിള്ളേരും എടുക്കും, വളർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ കാണിച്ച വിശാല മനസ്കത മുഴുവൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നമുക്കൊരു വിനയായി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച്
എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഇതിനെക്കുറിച്ച് വ്യക്തമാണ്. സമൂഹം ചിന്തിക്കണമെങ്കിൽ സമൂഹത്തെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം. അതിന് ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ ചർച്ചയിൽ കൂടെ ഒന്നും ബോധവൽക്കരണം നടക്കില്ല. വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം ഉണ്ടാകുന്നതിന് പലതരത്തിലുള്ള ഉപാധികൾ അല്ലെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട്. ഇതിന് പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാൻ മാർഗമുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റിൻ പള്ളിവാതിക്കൽ കോടതിയിൽ പോയത് കൊണ്ടാണല്ലോ ഈ 80-20 എന്നുള്ളത് വന്നത്. അതിന് ചിലവല്ല അയാളുടെ കയ്യിൽ നിന്ന് പോയോണ്ടല്ലേ. ഇതിനൊന്നും നമ്മൾ ആർക്കും ഒരു ഗൗരവതരമായ ഒരു താല്പര്യം കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു 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 സങ്കടം കൂടി എനിക്കുണ്ട്. നമുക്ക് ബോധമുള്ള ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹം വളർന്നു വരുന്നതിന് വേണ്ടി നമ്മൾ ഒരു പ്രസ്താവന ഇറക്കി ഫേസ്ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. ഇപ്പൊ ഫേസ്ബുക്ക് വന്നോടെ എല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് എല്ലാം നടക്കുമെന്ന്. സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നടക്കുകയല്ല. സോഷ്യൽ മീഡിയയിൽ എത്ര പേര് കാണുന്നവരുണ്ട്. ഇതൊന്നും സാധാരണക്കാരന് അത്ര വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂസ് അല്ല. അപ്പം നമ്മൾ ഈ മൊത്തം നമ്മളുടെ ഈ സമൂഹത്തിന് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്ഥിതികൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടിയാലോചന ഒന്നിച്ചിരുന്ന് ആലോചിക്കുകയും എല്ലാരും പറയുന്ന നിർദ്ദേശങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് നടപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി സമൂഹം ഉണരാതെ ഈ പറഞ്ഞ അവഗണന അവസാനിക്കാൻ പോകുന്നില്ല. ചാക്കോ സാറിനെ പോലെയുള്ള നല്ല മനുഷ്യർ എത്തുമാത്രം മുഖ്യമന്ത്രി 5 ലക്ഷം അല്ല 10 ലക്ഷം പേര് ഒപ്പിട്ട് കൊടുത്താൽ അത് അങ്ങോട്ട് മാറ്റി വെക്കും. ചിലപ്പോൾ അത് സെക്രട്ടറി കാണുമെന്ന് പോലും നമുക്കറിയില്ല. അല്ലാതെ ഈ സമൂഹം ഉണരാതെ, സമൂഹത്തെ ഉണർത്താതെ ഇത്തരത്തിലുള്ള ഒരു ദുസ്ഥിതി മാറത്തില്ല. ഇത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കും. പിന്നെ അതിന് ഇപ്പം നമ്മുടെ പണ്ട് ലവ് ജിഹാദിന്റെ ഒക്കെ വലിയ കേസുകൾ ഉണ്ടായിരുന്ന കാലത്ത് ക്രൈസ്തവ കുടുംബങ്ങളെ ഒന്ന് പെണ്ണുങ്ങളെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടവരുണ്ടായിരുന്നു. അപ്പൊ കാസ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർ കുറെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും അവരെ ഭീകരവാദികൾ, ക്രിസ്തംഗികൾ എന്നൊക്കെ വിളിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയില് ഇങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ അനുഭവിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യം. ഇത് മാറണമെന്നുണ്ടെങ്കിൽ സമൂഹം ബോധവൽക്കരിക്കപ്പെടണം. അത് ഒരിക്കലും ഞാൻ തീർത്ത് പറയാം, നമ്മൾ ഒരിക്കലും വിപ്ലവത്തിനോ അല്ലെങ്കിൽ ഒരു പിന്നെ സർക്കാർ ബസ് കത്തിക്കാനോ ഒന്നും അല്ല. നമ്മുടെ അവകാശങ്ങൾ നേടാനുള്ള ജനാധിപത്യപരമായ സമരങ്ങൾക്ക് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടുന്ന, ജനങ്ങൾ ശക്തരാക്കപ്പെടുന്ന, ജനങ്ങൾ ആഗ്രഹമുണ്ടാകുന്ന ഒരു സാഹചര്യം, ഒരു സോഷ്യൽ ഇത്തോസ്, ഒരു സോഷ്യൽ മെലിയു നമുക്കിവിടെ ഉണ്ടാവണം. ആ മെലിയു ഉണ്ടാകാതെ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും നമ്മുടെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടാവും ഞാൻ തോന്നുന്നു. ക്രൈസ്തവ സമൂഹം കൃത്യമായി തന്നെ ഉണരണം എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ശ്രീ ടി ദേവപ്രസാദ് പങ്കുവച്ചത്. ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, നമ്മളെ ഈ ഒരു ചർച്ചയുടെ ഒരു ഘട്ടം വരെ ഈ ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആശയം, ഈ ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് ന്യായമായ ആവശ്യങ്ങളെ സഹായിക്കുന്നവരെ തീർച്ചയായും അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ആശയം ഉരുത്തിരിഞ്ഞു. പലപ്പോഴും അങ്ങയുടെ പല സിറോ മലബാർ അലമായ ഫോറം സെക്രട്ടറി എന്ന നിലയിൽ അങ്ങ് പുറപ്പെടുവിക്കുന്ന പല പ്രസ്താവനകളിലും ഈ ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവരെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കും, അവരെ വിജയിപ്പിക്കും എന്നൊരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നു. പക്ഷേ അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ നിലവിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സാധിക്കും? പ്രത്യേകിച്ച് പല കാരണങ്ങൾ കൊണ്ട് വിഘടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അനൈക്യം, ഭിന്നത, അത് ഒക്കെ ക്രൈസ്തവ സമുദായത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും? അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സാഹചര്യങ്ങളുടെ മധ്യയും അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? ശ്രീ ടോണി ചിറ്റിലപ്പള്ളി. ക്രൈസ്തവ സമൂഹത്തില് കേരളത്തില് ഏകദേശം 18.4% ഒരു ജനസംഖ്യയുള്ള സമൂഹമാണ്. പക്ഷെ പ്രത്യേകിച്ച് എൻ്റെ ഒരു നിരീക്ഷണത്തില് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ, വിവിധ സമൂഹങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടോന്ന് വളരെ സംശയമാണ്. നമുക്കറിയാം, സീറോ മലബാർ സഭ, വേറൊരു ഭാഗത്ത് ഓർത്തഡോക്സ് സഭ, പെന്തക്കോസ്ത് സഭകൾ, യാക്കോബായ സഭകൾ, ഇത്തരം എല്ലാ സഭകളുമായിട്ട് ഒരു ബന്ധം കേരളത്തില് സൃഷ്ടിക്കാനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ ചിതറിപ്പിച്ച് ഭരിക്കാനായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. നമുക്കറിയാം, ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ ദേവപ്രസാദ് സാറും ചാക്കോ സാറും ഇവിടെ കമന്റ് ചെയ്തു. നമുക്കറിയാം, ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ എത്ര പ്രാവശ്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്
ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് 2 പ്രാവശ്യമാണ് ഈ 3 മാസത്തിനുള്ളിൽ പറയുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 മാസം മുമ്പ് ഇതിന്റെ ശുപാർശകള് ഒരു 4-5 ഉദ്യോഗസ്ഥർക്ക് ഡിപ്പാർട്ട്മെന്റ് കൈമാറി. അതിനുശേഷം ആ ഡിപ്പാർട്ട്മെന്റ് ഇത് പഠിച്ചോ എന്നുള്ള ഒരു റിപ്പോർട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ വീണ്ടും ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രി വീണ്ടും ഒരു 12 ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഈ ഒരു റിപ്പോർട്ട് എത്തിച്ചു കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ റിപ്ലൈ തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഒരു നിലപാടോ ലക്ഷ്യമോ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പാർട്ടികളുടെയും സ്ഥിതി. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വലത് ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. ഉമ്മൻചാണ്ടി സാറ്, കെ.എം. മാണി സാറ്, ടി.എം. ജേക്കബ് സാറ്, ഇങ്ങനെയുള്ള പരിണിത പ്രതിജ്ഞരായിട്ടുള്ള പല നേതാക്കന്മാരും മരിച്ചുപോയി. ഇനി ഉള്ള നേതാക്കന്മാരാണെങ്കിൽ പരസ്പരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരസ്പരം അടികൊണ്ടിരിക്കുകയാണ്. പ്രത്യേക കേരള കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ദേവപ്രസാദ് സാറ് പറഞ്ഞു, കേരളത്തിലെ ക്രൈസ്തവ മനസ്സ് അത് എപ്പോഴും കോൺഗ്രസിന്റെ കൂടെയാണ്. പക്ഷെ ഈ തെരുവില് അങ്ങനെ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം യുവജനങ്ങള് പകുതി ഒരു 60% യുവജനങ്ങള് ഇവിടുന്ന് വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. ബാക്കിയുള്ളവരാകട്ടെ ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കണം, നമ്മളെ സഹായിക്കുന്ന പാർട്ടി കൂടെ നിൽക്കാമോ? നേരത്തെ പറഞ്ഞു കാസ ക്രോസ് എന്ന സംഘടനകള് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആ സംഘടന കാര്യം പോകട്ടെ, ഇവിടെ കത്തോലിക്ക പ്രാവശ്യമാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് ജാഥ നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് പൊതുസമൂഹത്തില് ആളുകൾ ഉണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ക്രൈസ്തവ നാമങ്ങൾ പേറുന്ന അസംബ്ലിയിലെ സാമാജികര് പലപ്പോഴും മൗനം പാലിക്കുകയാണ്. നിരവധി ക്രൈസ്തവ നാമം പേറുന്ന നമ്മുടെ സമുദായത്തിലുള്ള പല നേതാക്കന്മാരും അസംബ്ലിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്രകാരമുള്ള രാഷ്ട്രീയ പ്രവർത്തകര് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ക്രൈസ്തവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പോരാടാനും ഇന്ന് നമ്മുടെ ക്രൈസ്തവ നാമം പേറുന്ന പല നേതാക്കന്മാർക്കും കഴിയുന്നില്ല. ഇവിടെ ചാക്കോ സാറ് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ മെത്രാമാരാണ്. ആ മെത്രാമാരുടെ പല സ്റ്റേറ്റ്മെന്റ്സിനെയും ഈ രാഷ്ട്രീയക്കാർ തന്നെ വളച്ചൊടിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. കോൺഗ്രസ് ആവട്ടെ, ഇടതുമുന്നണി ആവട്ടെ, BJP ആവട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷി ആവട്ടെ, ക്രൈസ്തവർക്ക് പ്രശ്നം വരുമ്പോൾ അവരവിടെ വന്ന് വിരുന്നുകാരെ പോലെ വന്ന് അവിടെ സന്ദർശിച്ച് അവർ തിരിച്ചു പോകും. ഏതെങ്കിലും ഒരു നേതാവ് ഇതിനു വേണ്ടി ഒരു സമരം, ഒരു ജാഥ, ഒരു പ്രതിഷേധ സമരം, ഒരു പ്രതിഷേധ ബന്ദ്, ഇന്ന് കോടതി പോലും ബന്ദ് വിലക്കിയിരിക്കുകയാണ്, ഒരു പ്രതിഷേധ ദിനം ഇവിടുത്തെ പാർട്ടികൾക്ക് ക്രൈസ്തവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ നമ്മുടെ മെത്രാമാര്, നമ്മുടെ സമുദായ അധ്യക്ഷന്മാര് പറയും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയും. അപ്പോൾ അവരുടെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം, പണ്ട് നിയമസഭയിൽ ജോസഫ് ചാഴിക്കാടൻ എന്ന് പറഞ്ഞൊരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരം എന്ത് കാര്യമുണ്ടായാലും ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഒരു സാമാജികനെ നമുക്ക് ഇന്നത്തെ നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നമുക്ക് K.M. മാണി സാർ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്നില്ല. ഇന്ന് വെറും ഒരു PC ജോർജ് ഉണ്ട്. ബാക്കി എല്ലാവരുടെയും നാവ് എവിടെ പോയി? നിരവധി മന്ത്രിമാരടക്കം ക്രൈസ്തവര് ഈ ഇടതുമുന്നണി മന്ത്രിസഭയിലില്ലേ? എത്ര പേരുണ്ട്? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത് ശരിക്കും ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. സത്യം പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ എഴുതി, ക്രൈസ്തവരെ തകർക്കുന്ന കമ്മ്യൂണിസം. ഒരാളും അത് പ്രസിദ്ധീകരിച്ചില്ല. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ക്രൈസ്തവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് യാതൊരു നിലപാടില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നു. ഇലക്ഷന് തൊട്ട് 2-3 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് യാതൊരു തരത്തിലുള്ള ഒരു നിലപാട് അവർ പറയുന്നില്ല. ഇത് പരിശോധിച്ചോ, ഇത് ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അയച്ചു കൊടുത്തു. ഞാൻ പറയുന്നത്, ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് ഇന്ന് നമ്മുടെ സാമുദായിക നേതാക്കൾ മാത്രമേ ഉള്ളൂ. അതുപോലും അവരെല്ലാം ഭയത്തിന്റെ നിഴലിലാണ് അവർ ജീവിക്കുന്നത്.
നമുക്കറിയാം കത്തോലിക്ക കോൺഗ്രസ് എത്ര സമരങ്ങൾ നടത്തി. നമ്മുടെ ക്രൈസ്തവ പലതരത്തിലുള്ള ക്രൈസ്തവ നേതാക്കന്മാർ ജാഥ നടത്തുന്നുണ്ട്. JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട്, മറ്റുള്ള നമുക്ക് സവരണത്തിന് വേണ്ടിയിട്ട് അവര് സമരം നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൽ ഗവൺമെന്റ് കാണുന്നുണ്ടോ? അവരൊന്ന് കണ്ട മറ്റേ ഇത് അവർ ഒന്നും പറയുന്നില്ല. പോട്ടെ, ഇവിടെ അസംബ്ലി കൂടുമ്പോൾ എത്ര MLA-മാര്, ക്രൈസ്തവ MLA-മാര് സമുദായത്തിന് വേണ്ടി, ഈ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നുണ്ട്. നേരത്തെ ചാക്കോ സാറ് പറഞ്ഞു, എത്ര പ്രാവശ്യമാണ് ക്രൈസ്തവരെ തള്ളി പറഞ്ഞുകൊണ്ട് നിലപാട് ഇവിടുത്തെ വനമന്ത്രി AK ശശീന്ദ്രൻ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും എന്താണ് വനം വകുപ്പിന് നടക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയുന്നില്ല. അദ്ദേഹം വളരെ ബാലിശമായ രീതിയിലാണ് വന്യമൃഗ ആക്രമണങ്ങളെ അദ്ദേഹം സമീപിക്കുന്നത്. വളരെ ദുർബലനായിട്ടുള്ള ഒരു വനമന്ത്രിയായിട്ട് എനിക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും ആളുകൾ മരിക്കും, ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാവും. ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാട് ഈ ഗവൺമെന്റിന് ക്രൈസ്തവർക്ക് വേണ്ടി എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ മറ്റുള്ള വലത് ജനാധിപത്യ മുന്നണിയിലേക്ക് വരുമ്പോഴും പലപ്പോഴും അവിടെയുള്ള ക്രൈസ്തവ നേതാക്കന്മാര് മൗനം പാലിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ആർജവമുള്ള നെഞ്ചുക്കുള്ള ക്രൈസ്തവര് ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ വോട്ടിങ് ഒരു ധ്രുവീകരണമുള്ള ക്രൈസ്തവര് ചെയ്യുമെന്നുള്ള യാതൊരു സംശയവുമില്ല, എനിക്കില്ല. അത് മലബാർ പ്രദേശത്തായിക്കോട്ടെ, തൃശ്ശൂരായിക്കോട്ടെ, അല്ലെങ്കിൽ തിരുവിതാംകൂറിലായിക്കോട്ടെ, എന്തായാലും ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുണ്ടാവും. അത് ഉണ്ടായില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ കരുതണം. തീർച്ചയായിട്ടും ഇവിടെയുള്ള യുവജനങ്ങളും മറ്റുള്ള ക്രൈസ്തവ സംഘടനകളും ഇങ്ങനെയുള്ള നമ്മുടെ ക്രൈസ്തവ അവഗണനയ്ക്കെതിരെ ശക്തമായിട്ട് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണം. അതിനാണ് നമുക്ക് വോട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും, അത് ഏത് രീതി, പെന്തക്കോസ്ത് ആവട്ടെ, യാക്കോബായക്കാരാവട്ടെ, സീറമലബാർ ആവട്ടെ, ലത്തീൻ ആവട്ടെ, നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടില്ലെങ്കിൽ, ആ വോട്ട് നമ്മളത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇവിടെ ഇല്ലാതായി പോകുമെന്ന് യാതൊരു സംശയവും. വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, പലപ്പോഴും പല വിഷയങ്ങളും ഇപ്പം നമ്മൾ നേരത്തെ JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ട്, 80-20 അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് പലപ്പോഴും അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അതിൻ്റെ ഒരു ഗൗരവം എത്തിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന ഒരു കാര്യം വാസ്തവമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അവരുടെ സ്വകാര്യ ചർച്ചകളിലുമൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ, സഭയിൽ നിന്നും വരുന്ന ചില ഔദ്യോഗിക പ്രസ്താവനകൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു എന്നൊരു ആശങ്ക പലരും ഉന്നയിക്കുന്നുണ്ട്. ഈ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നേരെ വെല്ലുവിളികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഔദ്യോഗിക പ്രസ്താവനകൾ കുറെ കൂടി ഒരു ഷാർപ്പായി, സമുദായ ഓറിയന്റഡായി, വ്യക്തമായി തന്നെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചില്ലേ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ദേവപ്രസാദ് സാർ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. അതിനുശേഷം നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ സമൂഹം ഉണരണമെന്ന് ഞാനതിന് യോജിക്കുന്നു. പക്ഷെ ഒരു വസ്തുത നോക്കുക, നമ്മളോടൊപ്പം നിൽക്കുന്ന മറ്റൊരു മൈനോറിറ്റിക്ക് അവരുടെ പ്രശ്നങ്ങള് അവഗണിച്ചാല് ഇടതോ വലതോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിക്കോട്ടെ അവരുടെ നേതാക്കന്മാർ അതിനെതിരെ ഒന്നിച്ച് പ്രതിഷേധിക്കും. എന്നാൽ ആ തരത്തിൽ ഉള്ള ഒരു മുന്നേറ്റം ഇടതു പാർട്ടിയിലും BJP-യിലും ഒക്കെ നമ്മുടെ സമുദായ നേതാക്കന്മാരിലെ സമുദായ അംഗങ്ങളുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. നമ്മളവിടെ സമുദായത്തെക്കാൾ വലുതായിട്ട് പാർട്ടിയെ പ്രതിഷ്ഠിക്കുകയാണ്. എന്നാൽ മറ്റ് സമുദായങ്ങൾ പാർട്ടിയേക്കാൾ വലിയൊരു സമുദായമാണെന്ന ബോധത്തിൽ നിന്നുകൊണ്ട് ഒരു പൊതു വിഷയം ഉന്നയിക്കുന്നു. അതിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ പൗരത്വത്തിന്റെ കേസ് ഒരു സ്ഥലത്ത് ഞാൻ പറയുകയാണ്, അതുപോലുള്ള വിഷയങ്ങൾ വന്നു കഴിയുമ്പം അത് KT-ജലീലും അല്ലെങ്കിൽ ഹാജിയും എല്ലാവരും, ലീഗ് ആണെങ്കിലും എല്ലാവരും ഒറ്റ തട്ടിലാണ്. അപ്പൊ അവരൊരു പൊതുപ്രശ്നത്തിൽ ഉന്നയിക്കുന്നു. നേതാക്കന്മാർ എല്ലാ അണികളും ഒന്നാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അത് ഞാൻ മോശമായി ചിത്രീകരിക്കുകയല്ല. പക്ഷെ നമ്മള് അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവരുടെ പാർട്ടി വലുതായി കണ്ടുകൊണ്ട് സമുദായത്തിന് 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ഇപ്പോൾ അതിനേക്കാൾ താഴെയോ നിർത്തിയിരിക്കുന്ന ഒരു വസ്തുത
അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മറ്റൊരു വിഷയം, നമ്മളിപ്പോ ഞായറാഴ്ച കലോത്സവം നടത്തുന്നു, അല്ലെങ്കിൽ ഈസ്റ്റർ ദിനത്തില് അധ്യാപകർക്ക് പ്രവൃത്തി ദിവസമാക്കുന്നു, അല്ലെങ്കിൽ ബാങ്കുകൾ പ്രവൃത്തി ദിനമാകുന്നു. നമ്മള് എത്രമാത്രം അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നുണ്ടെന്ന് നോക്കുക. അവിടെ സമുദായം ഒന്നും നോക്കാതെ രാഷ്ട്രീയ നേതൃത്വങ്ങള് പൊതുവിഷയം വരുമ്പോൾ മറ്റൊരു സമുദായത്തിന് വേണ്ടി ആ സമുദായ പ്രശ്നത്തിന് വേണ്ടി ശബ്ദിക്കും. വോട്ടിന്റെ കാര്യം തന്നെ സാർ സൂചിപ്പിച്ചല്ലോ, ഇലക്ഷൻ ഡേറ്റിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, വെള്ളിയാഴ്ച നടക്കുന്നുള്ളത്. എന്തുകൊണ്ടാണ് JB കോശി കമ്മീഷന് നടപ്പിലാക്കണമെന്ന് മറ്റു പാർട്ടികൾ പറയാത്തത്? അല്ലെങ്കിൽ ഈ വിവിധ പാർട്ടികളുള്ള സമുദായ നേതാക്കളെങ്കിലും പറയാത്തത്? അത് നമ്മുടെ ഒരു അപജയമാണ്. അപ്പൊ പൊതുവിഷയങ്ങളിൽ, ഈ സമുദായത്തെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ സമുദായാംഗങ്ങൾ ചേക്കേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് പോലും പൊതുവായി ശബ്ദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പൊതുവിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെ മറ്റ് സമുദായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശബ്ദിക്കുന്നത് പോലെ ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്നൊരു വസ്തുതയെ നമുക്ക് നിർത്താൻ കഴിയില്ല. ഈസ്റ്റർ ദിനം അധ്യാപകർ പ്രവർത്തിക്കുന്ന ബാങ്ക് ആണെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് കൊടുക്കാൻ ആരും കൂടി ഉണ്ടാകുക കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട ആളുകളായിരിക്കും. സമുദായ നേതൃത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ നമുക്കില്ല. കാരണം അതൊക്കെ എന്തോ ഒരു വർഗീയതയാണെന്നോ തെറ്റായ മിഥ്യാബോധം അവരെ ഭരിക്കുന്നു. മറുസൈഡിൽ ഡോക്ടർ ചാക്കോ കളമരം മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ആയിക്കോട്ടെ, 80-20 ആയിക്കോട്ടെ, അത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചാൽ തങ്ങളൊരു ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ക്രൈസ്തവ നേതാവായി ബ്രാൻഡ് ചെയ്യപ്പെടും എന്നൊരു ആശങ്ക പലരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ മറുസൈഡിൽ, അത് ലീഗ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, മറുസൈഡിൽ ഒരു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും ഒരു ഭയവും കൂടാതെ പ്രതികരിക്കാൻ ഇക്കൂട്ടർ തയ്യാറാകുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ അവരൊരിക്കലും തങ്ങളൊരു മുസ്ലിം വിഭാഗത്തിന്റെ നേതാവായി ബ്രാൻഡ് ചെയ്യപ്പെടും എന്നൊരു ഭയം ഇക്കൂട്ടരുടെ ആരുടെയും ഉള്ളില്ല. അത് CPM ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ നാമധാരികൾക്ക് മാത്രം ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിക്കുന്നത്? അതിനൊരു കാരണം കൂടെയുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞിടത്ത് ഞാൻ പറയാണ്, നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിന്നാൽ സമൂഹം അവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഒരു വിശ്വാസമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. സാറിന് തന്നെ അറിയുന്ന ഒരു സംഭവമാണ്. കോഴിക്കോട് ഒരു ലവ് ജിഹാദ് ആണെന്ന് പറഞ്ഞ് ജോർജ് തോമസ് എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു MLA പറഞ്ഞു. അയാളെ അവൾ പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ് കളഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും വേണ്ടിയോ? ഇല്ല. ഇപ്പം പൂഞ്ഞാറിലെ സംഭവമുണ്ട്. പൂഞ്ഞാറിൽ പിന്നെ ഈ പൂഞ്ഞാർ പള്ളിയിൽ പോയി എന്നുള്ള ഒറ്റ കാരണത്തിന് അവിടുത്തെ ഒരു ജോർജ്, പേര് ഞാൻ മറന്നു പോയി, പത്രങ്ങൾ നിങ്ങൾക്ക് വായിക്കുന്നവർക്കറിയാം, അയാളെ പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അവിടെ നടന്ന പൊതുജന സമരത്തിൽ റാലി പോലും പങ്കെടുപ്പിച്ചില്ല. ഇതൊന്നും ആരും ചോദിക്കത്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് പോലും ചോദിക്കത്തില്ല. സമൂഹം ഒരു സംരക്ഷണവും കൊടുക്കുന്നില്ല. അല്ലാതെ ഈ സമൂഹം സംരക്ഷണം ഇപ്പൊ മുസ്ലിം ലീഡാണ് അങ്ങനെയാണോ? അല്ലല്ലോ. അങ്ങനെ മാറ്റി നിർത്തി അതിനെതിരെ ചോദിക്കാനും പറയാനും ആളുണ്ടാവും. ഇത് ചോദിക്കാനും പറയാനും ഒന്നും ആളില്ല. നമ്മളിങ്ങനെ കൂടുമ്പോൾ എല്ലാം ഒരു സർവോദയം പോലെ കുറെ പേര് കൂടിയിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയും. അതും പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. ഒരു രാഷ്ട്രീയമായിട്ട് ഒരു ജനങ്ങളുടെ പിന്തുണ അനുസരിച്ച് ഒരു നമ്മൾ പുറകോട്ട്, ഇപ്പം ടോണി മുമ്പേ പറഞ്ഞില്ലേ, നമ്മുടെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നു, വലിയ പ്രശ്നമല്ലേ? അതൊന്നും നമ്മൾ ഒരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ ടോണി പറഞ്ഞ 18.4% എന്ന് പറയുന്നത് 2001 സെൻസസിന്റെ കണക്കാ. ഇപ്പൊ 18.4 നമ്മൾ ഇന്ത്യയിലില്ല, കേരളത്തിലില്ല. അതുപോലെ ഈ ഉള്ള സമൂഹത്തിൽ തന്നെ എടുത്തു നോക്കിയേ, 40% സിറോ മലബാറുകാരാണ്. ഓരോ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിലെ കത്തോലിക്ക് 40% സിറോ മലബാർ, 7% മലങ്കര, 13% ലത്തീൻ, 8% വെച്ചാണ് ഓർത്തഡോക്സ് യാക്കോബ. ഇതാണ് പ്രധാന ഡിവിഷൻസ് ഉള്ളത്. പ്രൊട്ടസ്റ്റന്റുകാർ 4.37. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു സമ്മർദ്ദ ശക്തിയാകേണ്ട സീറോ മലബാർ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ക്രൈസ്തവ സഭ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിട്ട് എനിക്ക് സാറ് പറഞ്ഞോളൂ. പറയുന്നതിനുള്ള ഒരു വിയോജിപ്പ് എനിക്കുള്ളത്, വാസ്തവത്തിൽ സഭ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ട് നിലപാടെടുത്തതിന്റെ പേരിൽ ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ സഭ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പറയേണ്ടത് സമുദായമാണ്. ക്രൈസ്തവ സമുദായമാണ് പറയുന്നത്. ഞാൻ സഭയെന്നല്ല പറഞ്ഞത്, ഞാൻ സമുദായം എന്നാ പറഞ്ഞത്. ഞാൻ സഭയെന്ന് പറഞ്ഞിട്ടില്ല. സഭയ്ക്ക് തന്നെ അതിനകത്ത് കാര്യം ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു. സഭയ്ക്ക് പറഞ്ഞാൽ ഇപ്പൊ സാറുമായി പറഞ്ഞാലും കേൾക്കത്തില്ല. സമുദായ നേതാക്കന്മാര് അത് അവര് ഇടപെട്ട് സമുദായം അവരുടെ കൂടെ ഉണ്ട്, അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ അതിനോട് ചേർത്ത് വെച്ച് മറ്റൊന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. അതായത് ഇപ്പം ഈ വന്യജീവി പ്രക്ഷോഭം, സാറ് പറഞ്ഞ കാര്യം, വന്യജീവി പ്രക്ഷോഭം ക്രൈസ്തവ സമുദായം ഏറ്റെടുക്കുന്നത് സമൂഹത്തിൽ ആര് പ്രതിസന്ധി നേരിട്ടാലും അവർക്ക് വേണ്ടി
എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. അതേസമയത്ത് അത് അവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടല്ല, മറിച്ച് ആരെങ്കിലും നേതൃത്വം ഏറ്റെടുക്കണമല്ലോ. നമ്മൾ നോക്കുക, കേരളത്തിലെ കർഷകരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു പാർട്ടിയാണ് CPI. നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയും, ഞാൻ വിശ്വസിക്കുന്നില്ല. CPIയുടെ പരിസ്ഥിതി കപട പരിസ്ഥിതിവാദവും വന്യജീവി ശല്യം പോലുള്ള കാര്യങ്ങൾ അവരുടെ സ്റ്റാൻഡും നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം കർഷകദ്രോഹ നയങ്ങളാണ്. പക്ഷെ CPIയുടെ ആളുകളെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ നിലകൊള്ളാനും അതിനെ തുറന്നു കാണിക്കാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളത് എന്റെ അഭിപ്രായം. അപ്പൊ വയനാട്ടിലെ മത്സരം തന്നെ നമ്മൾ എടുക്കുക. വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് 2 പേരും പുറമേ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണ്. രണ്ട് ദേശീയ നേതാക്കന്മാരാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാനവിടെ പറയുകയാണ്, അവിടുത്തെ ജനങ്ങൾക്ക് രാവിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് മക്കളെ വിടാൻ പേടി. അവിടുത്തെ ജനങ്ങൾക്ക് രാവിലെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പാല് കൊണ്ട കൊടുത്തിട്ട് ജീവിക്കുക, ഉപജീവനത്താൾ സമ്പാദിക്കാൻ പേടി. റബ്ബർ വെട്ടാൻ പേടി. കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം. ഇതിനെ തൊട്ടറിയാൻ കഴിയുന്ന നേതാക്കന്മാര്, ആ വിഷയത്തിന് പരിഹാരം കാണാനുള്ള നേതാക്കന്മാര് പലപ്പോഴും അവിടെ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഒരു ആന ചവിട്ടിക്കൊന്നു അല്ലെങ്കിൽ ഒരു കടുവ കടിച്ചു കൊന്നു അവിടെ വന്നിട്ട് ഒരു വിരുന്നുകാരനെ പോലെ സന്ദർശിച്ചു പോകുന്ന നേതൃത്വങ്ങളാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികൾ നമ്മൾ കാണുന്നത്. അതിനെ നമ്മൾ പച്ചയായിട്ട് തുറന്നു കാണിക്കണം. അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സിദ്ധാന്തം അനുസരിച്ച് വന്യജീവി സംരക്ഷണ നിയമം മാറ്റി എഴുതാൻ പറ്റില്ല എന്ന് പറയാം. 1972 വന്യജീവി സംരക്ഷണ നിയമം അങ്ങേയറ്റം നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അതെല്ലാ മനുഷ്യനും പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മാറ്റി എഴുതാൻ പറ്റില്ല. അതുപോലെ പരിസ്ഥിതി നിയമങ്ങളാണ് ഇവിടെ കസ്തൂരിരംഗൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആക്ട് 1986 എന്ന് പറയുന്ന പരിസ്ഥിതി നിയമങ്ങളാണ്. ഏറ്റവും കൂടുതൽ കസ്തൂരിരംഗൻ, ഗാഡ്ഗിൽ, ESZ, ബഫർ സോൺ, EFL വിഷയങ്ങളിലൊക്കെ വരുന്നത്. അത് എല്ലാവരെയും ബാധിക്കുന്നത്, ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്നതല്ല. പക്ഷെ ആ വിഷയം പഠിച്ച് അതിനുവേണ്ടി മുന്നോട്ടിറങ്ങുന്നത് ക്രൈസ്തവ സമുദായത്തിലെ വൈദികരടക്കമുള്ള സമുദായ അംഗങ്ങളാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിവുണ്ടാവും. അപ്പൊ അതുപോലുള്ള വിഷയങ്ങളും അതിനെതിരെയുള്ള ഘടകവിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന പുരോഗമന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ഞാൻ പറയും. ഇലക്ഷനില് ആ തരത്തിൽ നമ്മള് ഈ മനുഷ്യരുടെ മനോഭാവങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഒരു നീക്കം നമ്മൾ നടത്തുകയും രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് വീണ്ടും വിചാരമുള്ളവരായി തീരാൻ തക്ക വിധത്തിൽ അവരെ തിരുത്താനും ഉറങ്ങിക്കിടക്കുന്നതിന് ഉണർത്താനും നമുക്ക് കഴിയുകയും വേണം. പിന്നെ അവസാനമായി ജോജി ചോദിച്ചൊരു കാര്യം, സഭയുടെ സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും സഭാ നേതൃത്വത്തിലൂടെ അല്ലെ മറ്റുള്ളവരുടെ വരുന്നതായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റുകളെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആക്കുന്നതിൽ പലപ്പോഴും രാഷ്ട്രീയക്കാരി വിജയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സഭയ്ക്കെതിരെയുള്ള ശത്രുക്കൾ വിജയിക്കുന്ന ഒരു വശമുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. പാമ്പ്ലാനി പിതാവിന് ഒരു പ്രസ്താവന ഒരിക്കലും 250 രൂപ റബ്ബറിന് നൽകുകയാണെങ്കിൽ അവരാരാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവ് ഇറക്കി. ഉടനെ അത് BJPയെ സപ്പോർട്ട് ചെയ്യണം, BJPക്ക് വേണം, BJPക്ക് ആവാം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആവാം, കോൺഗ്രസ് വേണം, കോൺഗ്രസിനാവാം, പക്ഷെ കർഷകന്റെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഉടനെ എന്ത് ചെയ്തു, അത് ബിഷപ്പ് BJPയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അതങ്ങ് നെഗറ്റീവ് റെപ്പേർഡ് നടത്തി. അപ്പൊ നമുക്കിവിടെ A or B എന്നുള്ളതല്ല, ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നവരെ ഞങ്ങൾ പരിഗണിക്കും. ഞങ്ങളുടെ അവകാശങ്ങളും ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന, ഞങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്ന ഒരു വാദഗതി ഉയർത്തുമ്പോൾ ചെറിയൊരു കാര്യം കൂടി അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിലല്ലേ പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ വളരെ നല്ല ഉദ്ദേശത്തോടെ പിതാക്കന്മാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇത്രത്തോളം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വളച്ചൊടിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ സീറോ മലബാർ സഭയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഷാർപ്പായി കൃത്യതയോടെ സംസാരിക്കുവാൻ അൽമായർ സമുദായ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സമുദായ നേതൃത്വത്തിലേക്ക് വരേണ്ടതിന്റെ ഒരു ആവശ്യകത, പ്രത്യേകിച്ച് പിതാക്കന്മാർ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നു, അൽമായ നേതൃത്വങ്ങൾ ഇത്തരത്തിൽ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഷാർപ്പായിട്ടുള്ള ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലേക്ക് പ്രത്യേകിച്ച് സീറോ മലബാർ സഭ വളരേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ? തീർച്ചയായിട്ടും. അതായത് ഞാനിപ്പോ സീറോ മലബാർ സഭയുടെ ഒരു വക്താവ് കൂടിയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സഭാ സംവിധാനങ്ങള് ഒരു വിഷയം വരുമ്പോ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോ അവർ ഞങ്ങളെയാണ് പറഞ്ഞയക്കാറ്. അത്തരത്തിൽ സമുദായ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ പറഞ്ഞു വിടാറുണ്ട്. താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. ഇത്തരത്തിലുള്ള നേതൃത്വങ്ങള് സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത. ഒരു കാലഘട്ടം നമുക്കത് ഉണ്ടായിരുന്നു. ഇന്ന് അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി അവരുടെ സോ കോൾഡ് സെക്യൂരിറ്റിയിലേക്ക് പോയതിന്റെ പേരിൽ ഇന്ന് സമുദായത്തിന് വേണ്ടി ശക്തിക്കാനായിട്ട് ആളുകൾ ഇല്ലാതെ വന്നിരിക്കുന്നു.
അവിടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സംസാരിക്കും, പാർട്ടിക്ക് വേണ്ടി സംസാരിക്കും, പക്ഷെ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ഇല്ലാതെ വന്നിരിക്കുന്നു. അതാണ് ഈ കാലം നമ്മുടെ അപജയം. അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട ദേവപ്രസാദ് സാദ് പറഞ്ഞതുപോലെ നമുക്ക് കഴിയണം. അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ കൈപിടിച്ച് നടത്താൻ, അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ ഉണ്ടാവണം. ആ ഒരു ചൂടുമാറ്റം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എങ്കിൽ മാത്രമേ ഈ സമുദായത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സോടെ നിന്നുകൊണ്ട് അവനവന്റെ അവകാശം ബാധിക്കാനും അവനവന്റെ അവകാശങ്ങളെ പരിരക്ഷിക്കുന്നതിന് മാത്രമേ ഞങ്ങൾ പരിഗണിക്കുള്ളൂ എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി വ്യക്തമാണ്. ഏറ്റവും അവസാനമായി ശ്രീ ടി ദേവപ്രസാദ്, നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ടാഗ്ലൈൻ തന്നെ ഇതായിരുന്നു. അതായത് ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് ആർക്കൊപ്പം, അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ, ഈ ക്രൈസ്തവ സമുദായം നേരിടുന്ന നീതി നിഷേധങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായി നാം നടത്തി. ഏറ്റവും ഷോർട്ടായി ഈ ചർച്ചയുടെ ടാഗ്ലൈൻ തന്നെ ഈ കൺക്ലൂഡിംഗ് ആയിട്ട് അങ്ങയോട് ചോദിക്കുകയാണ്, വളരെ ഷോർട്ടായിട്ട് തന്നെ. കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും ഈ പൊതു തെരഞ്ഞെടുപ്പിൽ? ശ്രീ ടി ദേവപ്രസാദ്, വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഈ കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സ് ആർക്കൊപ്പം ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രസ്ഥാനവും, വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ക്രൈസ്തവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ ഈ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കത്തക്ക രീതിയിൽ, ഇപ്പൊ പള്ളിയിലൊന്നും പ്രസംഗം വേണ്ട, പള്ളി രാഷ്ട്രീയം പറയണ്ട, പക്ഷെ അതിനൊരു സംഘടനാ സംവിധാനം ഉണ്ടാകും. ഇത് ജനങ്ങൾ അറിയണം നമ്മൾ അനുഭവിക്കുന്ന, ഇത് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ചാനൽ ചർച്ച വന്നിരിക്കുന്ന നമ്മൾ കുറച്ചുപേർ അറിഞ്ഞുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകത്തില്ല. ഇത് ജനങ്ങൾ ഇതിന് പറയണം. ഇപ്പം ടോണി മുമ്പേ ചൂണ്ടിക്കാണിച്ചല്ലേ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല? അവർ വോട്ട് ചോദിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ 4 പേര് എന്തായി കോശി കമ്മീഷന്റെ കാര്യം എന്ന് ചോദിച്ചാൽ അവർ ഉടനെ അവരുടെ ഏറിയ കമ്മിറ്റിയിൽ ഇറങ്ങി മുകളിൽ ഇറങ്ങി ഇവിടെ വരും. ഇത് ആരും ചോദിക്കത്തില്ല, കാരണം ആർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അല്ലെങ്കിൽ ജനങ്ങൾ ബോധവാന്മാരല്ല. അത് മെത്രാന്മാരല്ല വാസ്തവത്തിൽ ഈ ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആത്മായ നേതൃത്വമാണ്. പക്ഷെ ആത്മായ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരാൻ മെത്രാന്മാർക്ക് ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും. പക്ഷെ അതിന് നേതൃത്വ താല്പര്യമുള്ള, സമൂഹത്തെ വളർത്തണം എന്നുള്ള അൽമായരുണ്ടാകണം. ആ അൽമായർക്ക് അതിനുവേണ്ടി സമയവും ഒക്കെ ചെലവഴിക്കാൻ സാധിക്കണം. സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ സമൂഹത്തിൽ നിന്ന് കിട്ടണം. ഇതൊക്കെ വേണം. പഴയകാലത്തത് പോലെ നമുക്ക് പൂർണ്ണമായ, പഴയകാലത്ത് നിയമസഭയിലൊന്ന് പറഞ്ഞാൽ കാര്യമാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു വിടുന്ന ചിലരുടെ കാര്യം ഓർക്കണം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ലവ് ജിഹാദിലെന്ന് ഉത്തരം മേടിച്ച് ചാലക്കുടിയും ജയിച്ചു പോയ ബെന്നി ബെഹനാനാണ്. നമ്മളിപ്പോ ഇടതുപക്ഷത്തെ കുറിച്ച് പറയുന്നു. പാർലമെന്റിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം മേടിച്ച് ബെന്നി ബെഹനാൻ, ഓർക്കുന്നില്ലേ? ഓർക്കും. നമ്മൾ പോലും മറന്നു പോവുക പോലും ചെയ്യും. അതാണ് പ്രശ്നം. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ചോദ്യം ചോദിച്ചില്ല. അത് കൊണ്ടു നടക്കായിരുന്നു ഈ ബാക്കിയുള്ള ഈ ലവ് ജിഹാദിന്റെ ആൾക്കാര് ഇല്ലെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവര് ഒന്നിലും അങ്ങനെ ചോദിച്ചു പോയാൽ ഒരു തെറ്റ് മാപ്പെങ്കിലും പറയുന്ന ഒരു സാഹചര്യം വരണം. ഇത് പറയത്തില്ല. അങ്ങനെ പറയുമ്പോ എന്താ, മറ്റൊരു എതിർക്കും, മറ്റൊരു എതിർത്താലും വേണ്ടിയല്ല, ഇവരെങ്ങനെയാലും ഞങ്ങളുടെ കൂടെ നിന്നോളും എന്നുള്ള ഒരു മട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാണെങ്കിൽ സമൂഹം ഉണരണം. സമൂഹത്തെ ഉണർത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിപ്പോ ഈ പറഞ്ഞ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആത്മായർ അതിലേക്ക് വരണമെങ്കിൽ അവർക്ക് അതുകൊണ്ട് ജീവിച്ചു പോകാൻ സാധിക്കണം. പഴയ കാലത്തെ പോലെ വീട്ടിലെ സ്വത്തും ഒക്കെ വിറ്റൊന്നും ആൾക്കാർക്ക് വരാൻ സാധിക്കത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സഭാ നേതൃത്വവും ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ പറഞ്ഞ ആരും കേൾക്കത്തില്ല. ഇപ്പൊ ടോണി പറഞ്ഞാല് മാണിസാറും ജേക്കബും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവർ പറഞ്ഞ വല്ലതും കേൾക്കുമായിരുന്നു. അതൊന്നും ഇനി നാളെ നടക്കാൻ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ എല്ലാവരും സ്തുതിയൊക്കെ ചെല്ലുമായിരിക്കും, പക്ഷെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അവർ പറയുന്നതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെയുള്ള വിലയുണ്ടെന്ന് അവർ കരുതുന്നുണ്ടാവുമായിരിക്കും, കൊടുക്കുന്നില്ല. മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന എല്ലാം ഒരുപക്ഷെ ഒരു ക്രൈസ്തവ വിരുദ്ധമായി പെരുമാറുന്ന ഒരു സാഹചര്യം നമുക്കുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ വഴി നോക്കണം. എന്ന് പറഞ്ഞാൽ വിപ്ലവം ഒന്നുമല്ല. നമ്മൾ സംഘടിക്കണം, നമ്മൾ ശക്തരാകണം, അതിന് നേതൃത്വം കൊടുക്കണം, അതിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇതൊരു ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം, ആ ബോധ്യം ഇപ്പൊ സമൂഹത്തിൽ പടർന്നു വരുന്നുണ്ട്. അത് ഗ്രാസ് റൂട്ടിൽ, താഴത്തെ ലെവലിൽ അത് ഉണ്ടാകണം. ആ താഴത്തെ ലെവലിൽ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂട്ടായ ആലോചനയും തീരുമാനങ്ങളും ഉണ്ടാകണം. നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ ചർച്ച വന്നിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊന്നും താഴത്തെ റൗണ്ടിലേക്ക് അല്ലെങ്കിൽ താഴത്തെ ജനങ്ങൾ ഉണരുവോ? അവർ ചിലപ്പോൾ കണ്ടെന്നിരിക്കും, കണ്ടില്ലെന്നിരിക്കും. പക്ഷെ അവരെ എങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം? അപ്പം ആ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സമയവും പണവും ചെലവഴിക്കുന്നവരെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൗരവതരമായ ഒരു ആലോചന ഉണ്ടായാൽ മാത്രമേ ഈ ഒരു സ്ഥിതിക്ക് മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒന്നിനൊന്ന് മോശമായിക്കൊണ്ടിരിക്കും. ഒരു കാര്യമുണ്ട്, ആരെങ്കിലും നമ്മളെ സംരക്ഷിക്കും, BJP സംരക്ഷിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് സംരക്ഷിക്കും, CPM സംരക്ഷിക്കും എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം സംരക്ഷിക്കപ്പെടാനുള്ള
ഒരു ആവശ്യം അത് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു 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 വികാരം ഇവർക്ക് മനസ്സിലായാൽ ഇവർ വരും. ഇപ്പൊ എന്തുകൊണ്ടാ കേരളത്തിൽ കുറെയെങ്കിലും ഈ ക്രിസ്ത്യാനികളെ നോക്കാൻ BJP-ക്കാർ ശ്രമിക്കുന്നത്? കേരളത്തിൽ അവർക്ക് മുസ്ലിമിനെ കിട്ടിയാലെന്നറിയാം, കോൺഗ്രസിലും പിന്നെ CPI-യിൽ നോക്കുന്നവരെ കിട്ടുന്നില്ല എന്നറിയാം. അതുകൊണ്ട് കുറെ ക്രിസ്ത്യാനികളെ കിട്ടുവാണെങ്കിൽ നല്ലത്. അല്ലാതെ നമ്മളോട് വലിയ അധിക സ്നേഹം കൊണ്ടൊന്നും അല്ല. ക്രിസ്ത്യാനികൾ ഇപ്പൊ അസ്വസ്ഥരാണ്. എന്തുകൊണ്ടാണ് പത്തനംതിട്ട വന്നപ്പോൾ മോഡി പള്ളിയിൽ അച്ഛനെ കയറി ആക്രമിക്കുന്ന കാര്യം പോലും പ്രധാനമന്ത്രി പറഞ്ഞത്? ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു കാരണം ഈ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടെന്ന് ഇപ്പം BJP-ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതുപോലും കോൺഗ്രസിനോ CPM-നോ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവര് ബോധ്യം തെളിഞ്ഞില്ലെങ്കിൽ അവരുടെ അടിയിൽ കിടക്കുന്ന ഒത്തിരി മണ്ണ് ഒഴുകി പോകുന്നുള്ള തീർച്ചയാണ്. കാരണം ജനങ്ങൾ വളരെ അസ്വസ്ഥരായിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ജനവിധി, ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിക്കോളുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിപ്ലവകരമായ അല്ലെങ്കിൽ പ്രവചിക്കുന്നത് പെടുന്ന പോലെ ഒരു വിപ്ലവകരമായിട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വോട്ടെണ്ണി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. വളരെ വ്യക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ചർച്ച മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ, ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ആ ദിനം മുതൽ ഇലക്ഷൻ ഡേറ്റ് വരെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആയിരിക്കരുത് ഒരു ക്രൈസ്തവനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടത്. തീർച്ചയായും ഒന്നും മറക്കാൻ പാടില്ല ക്രൈസ്തവർ. അങ്ങ് 80-20 മുതൽ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഈ പൂഞ്ഞാർ വരെയുള്ള ആ ഒരു വിഷയങ്ങൾ, അതിനിടയിൽ ക്രൈസ്തവർ അനുഭവിച്ച ആ വിഷയങ്ങളിലൊക്കെ ക്രൈസ്തവർ അനുഭവിച്ച കൊടിയ നീതി നിഷേധങ്ങൾ, ചിലർ സ്വീകരിച്ച ശക്തമായിട്ടുള്ള ഇരട്ടത്താപ്പുകൾ, മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന അവഹേളനങ്ങൾ, ഇതെല്ലാം ഓർമ്മയിലുണ്ടാകണം ഒരു ക്രൈസ്തവൻ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോകുമ്പോൾ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ T. ദേവപ്രസാദ്, ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ശ്രീ ടോണി ചിറ്റിലപ്പള്ളി, 3 പേർക്കും നന്ദി.